ോട് ഹാജറ ബീബി വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ്? നിങ്ങൾ പോകുന്നത് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമുള്ള യാത്രയാണോ? സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ഇബ്രാഹിം നബിയുടെ മറുപടി, ഖാല നഅം, അതെ. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഹാജറ ബീബി റളിയല്ലാഹു തആല മുടക്കം പറഞ്ഞിട്ടില്ല. അവിടെ ഒരു തട്ടുത്തരവും പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഭർത്താവ് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് ചിലപ്പോൾ അതാ നിങ്ങളിപ്പോൾ പോകണ്ട, അതല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് കാര്യമില്ലെന്നൊക്കെ പറയുമെന്ന് ചില ഉമ്മമാരെ കാണാം, ചില സഹോദരിമാരെ കാണാം. യാത്രക്ക് മുടക്കം പറയരുത്, യാത്രക്ക് തട്ടുത്തരം പറയരുത്. സുബ്ഹാനല്ലാഹ്. യാത്ര പോകാൻ ഒരുങ്ങുമ്പോ ഒരു തടസ്സവും സൃഷ്ടിക്കരുതെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട ഹാജറ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്നു, ഖാലത്തിലാ യുളൈഅനാ. മഹദി പറയുകയാണ്, നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങളെ വെറുതെയാക്കുകയില്ല, ഞങ്ങളെ ഒരിക്കലും കഷ്ടപ്പെടുത്തുകയില്ല. സുബ്ഹാനല്ലാഹ്. കൊണ്ടുവന്ന വെള്ളമെല്ലാം കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര പോയപ്പോൾ വെള്ളമെല്ലാം കഴിഞ്ഞു, ഈത്തപ്പഴം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. മകനാകുന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനിക്ക് അതാ ദാഹം വന്നു പോയി. വെള്ളത്തിന് വേണ്ടി ഓടുകയാണ്, സഫാ മർവയിൽ ഇടയിൽ ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഹാജറ ബീബി റളിയല്ലാഹു തആല സുബ്ഹാനല്ലാഹ്. വെള്ളം കിട്ടാതെ നിരാശയോടെ കുഞ്ഞിന്റെ അടുക്കലേക്ക് മടങ്ങുകയാണ്. പെട്ടെന്നതാ ഒരു ശബ്ദം കേൾക്കുന്നു, പെട്ടെന്നതാ ഒരു അശരീരി കേൾക്കുന്നു. ലാ തഖഫ് വലാ തഹ്സൻ, ലാ തഖഫ് വലാ തഹ്സൻ, ലാ തഖഫ് വലാ തഹ്സൻ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, രക്ഷിതാക്കളെ, ഏത് വിഷയത്തിലും പതറാൻ പാടില്ല, ഏത് വിഷയത്തിലും അതാ പുറകോട്ട് പോകാൻ പാടില്ല. അപ്പോഴാണ് കേൾക്കുന്നത്, ലാ തഖഫ്, നിങ്ങൾ പേടിക്കണ്ട, വലാ തഹ്സൻ, നിങ്ങൾ മുഷിപ്പാവണ്ട. സുബ്ഹാനല്ലാഹ്. ഇതെവിടെ നിന്നാണെന്ന് പലവട്ടം ശ്രദ്ധിച്ചു. ഒരാളുമില്ലാത്ത സ്ഥലത്തുനിന്നൊരു ശരീരി, കുട്ടിയുടെ അരികത്തതാ ഒരു മാലാഖ. സുബ്ഹാനല്ലാഹ്. കുട്ടിയോട് കാലിട്ടടിക്കാൻ ആവശ്യപ്പെടുന്നു, കാലിട്ടടിക്കുന്നു, വെള്ളം വരുന്നു. കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം ഉറകു പൊട്ടുന്നു, വെള്ളം നിൽക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. വെള്ളമൊന്ന് നിന്ന് കിട്ടണം, വെള്ളമൊന്ന് നിന്ന് കിട്ടണം. അപ്പോഴാണ് ഹാജറ ബീവി പറയുന്നത്, സംസം, വെള്ളമേ അടങ്ങൂ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം നീരോ പൊട്ടുന്നു. ലക്ഷോപിലക്ഷം അല്ല, കോടാനുകോടി ജനകോടികൾ. സുബ്ഹാനല്ലാഹ്. എത്ര കാലമായി വെള്ളം കൊണ്ടുപോകുന്നു, എത്ര കാലമായി വെള്ളം കൊണ്ടുപോകുന്നു, എത്ര കാലമായി വെള്ളം കുടിക്കുന്നു. ലക്ഷോപിലക്ഷം ഹാജിമാർ മക്കത്ത് നിന്ന് മദീനത്ത് നിന്ന് കുടിക്കുന്നു. ഒരു ഗ്ലാസ് അല്ല, രണ്ട് ഗ്ലാസ് അല്ല, ഒരു നേരമല്ല, രണ്ട് നേരമല്ല. സുബ്ഹാനല്ലാഹ്.
മതിവോളം കുടിക്കുന്നു, ദാഹം തീരുവോളം കുടിക്കുന്നു. സുബ്ഹാനല്ലാഹ്, തണുത്തതും തണുക്കാത്തതും ഞാൻ കുടിച്ച വെള്ളം ആ ഗ്ലാസിൽ നിന്ന് മറ്റൊരാൾ കുടിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഹാജിമാര് കുടിക്കുന്നു, ഉംറയ്ക്ക് പോയവര് കുടിക്കുന്നു, ലിറ്റർ കണക്കിന് സംസം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആരൊക്കെയാണ്? കേരളത്തിലേക്ക് മാത്രമാണോ? അല്ല. ഇന്ത്യയിലേക്ക് മാത്രമാണോ? അല്ല. ലോകത്ത് മുഴുവനും കൊണ്ടുപോകുന്നു. ശറഫാക്കപ്പെട്ട സംസം, സുബ്ഹാനല്ലാഹ്, ഒരിഞ്ച് പോലും, അതല്ലെങ്കിൽ ഒരണുമണി തൂക്കം പോലും ആ സംസമാകുന്ന കിണറിൽ നിന്ന് വെള്ളം കുറഞ്ഞു പോയിട്ടില്ല. വെള്ളം കുറഞ്ഞു പോയിട്ടില്ല. ഈ സംസമിന്റെ ഉത്ഭവം, ഈ സംസമിന്റെ സന്ദേശം ഇതാരിൽ നിന്നുണ്ടായതാണ്? അതേ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ഉണ്ടായതാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാം ഒരു പിതാവിന്റെയും ഒരു മകന്റെയും ഒരു ഉമ്മയുടെയും ചരിത്രത്തിലൂടെ അതാ ലോകത്തിന് സമ്മാനിച്ചതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,